Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. Today we are going to learn our new topic of the chapter, that is equivalent fractions. Equivalent fractions. Equivalent fractions are the fractions which is representing the same part of the whole. അപ്പോൾ ഒരു ഹോളിൻ്റെ സെയിം പാർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്രാക്ഷൻസിനെയാണ് ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, so in the first figure, എന്താണ് ഫസ്റ്റ് ഫിഗറിൽ ടോട്ടൽ എത്രയാണ്? 2 part and 1 part is shaded. Okay, in the second figure total 4 part, 2 part is shaded, and in the third figure there is total 6 part, 3 part is shaded. Okay, അപ്പോൾ നമുക്ക് എന്താണ് ആദ്യത്തതിനകത്ത് ഇപ്പം ഒരു ഫുൾ ഫിഗറിനകത്ത് അതിൻ്റെ നേരെ ഹാഫ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ഫിഗർ ഇത് ഫുൾ ഫിഗറിനകത്ത് സെയിം അതിൻ്റെ ഹാഫ് തന്നെ ഷെയ്ഡ് ചെയ്തിരിക്കുവാണ്. ഇൻ ദ തേർഡ് ഫിഗർ ടോട്ടൽ 6 parts, അതിൻ്റെ നേരെ ഹാഫ് 3 parts ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് റെപ്രസെൻറ്റിങ്സ് ആർ സെയിം. അപ്പോൾ ഇത് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ? ആദ്യത്തതിനകത്തും ഹാഫ് തന്നെയാണ്. രണ്ടാമത്തെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇതിനെ ചെറുതാക്കി, ഈ 2/4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുമ്പോഴത്തേ വി വിൽ ഗെറ്റ് 1/2. Here also 1/2 we will get. So it is these two fractions is equivalent to the first figure. Otherwise these two figures were equivalent to the first figure. Okay, അപ്പോൾ ഇതാണ് equivalent fractions. Then we have a method to find the equivalent fractions. എങ്ങനെയാണ് നമ്മൾ equivalent fractions കാണാൻ വേണ്ടിയിട്ട് ഒരു സെയിം നമ്പർ കൊണ്ട് തന്നെ ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1/2ൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2നെ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ എന്താണ് 1/2ൻ്റെ ഫസ്റ്റ് ഒരു 3 ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് റൈറ്റ് ഫസ്റ്റ് 3 ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്, ഇതിനെ 1 എടുക്കുവാണെങ്കിൽ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1/2 തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലേ? ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ കാണാം 1/2 മുകളിലും താഴെയും ഒരു നമ്പർ സെയിം നമ്പർ തന്നെ മുകളിലും താഴെയും നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ നെക്സ്റ്റ് ഫോർ ഗെറ്റിംഗ് ദ നെക്സ്റ്റ് ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ, മൾട്ടിപ്ലൈ വിത്ത് 2 in denominator and in numerator. Okay, so 1 into 2 by 2 into 2, that is 2/4. It is the next equivalent fraction of 1/2. And the third equivalent fraction is 3/6 into 3 into 3. 9/18 is the third, with 1/2. 3/6. This is the third equivalent fraction of 1/2. അപ്പോൾ equivalent fraction എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? We have to find an equivalent fraction of a given fraction, you may multiply both numerator and denominator of the given fraction by the same number. അതായത് നിങ്ങൾക്ക് എന്താണ്
ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ കിട്ടും. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഈസ് ദെയർ. ടു ഫൈൻഡ് ആൻ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ വി മേ ഡിവൈഡ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ സെയിം നമ്പർ. നമുക്ക് അതുപോലെ തന്നെ ഒരു വലിയ ഒരു ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ, അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാലും വി ഹാവ് ടു ഡിവൈഡ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ദ സെയിം നമ്പർ. സെയിം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു ഹാവ് ടു ഡിവൈഡ് ദ ഡിനോമിനേറ്റർ വിത്ത് ദാറ്റ് 2 ഓൾസോ. സോ ഫോർ എക്സാമ്പിൾ, you have to divide 12 by you have to find the equivalent fraction of 12 by 15. 12 by 15 വേറെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ദെൻ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഡിവിഷൻ. ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെയും മുകളിലും താഴെയും സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സെയിം നമ്പർ കൊണ്ട് തന്നെ പറ്റുമോ എന്ന് നിങ്ങൾ എടുക്കുന്ന നമ്പർ മേളത്തേനെയും താഴത്തേനെയും പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അതായത് റിമൈൻഡർ 0 തന്നെ കിട്ടുന്ന നമ്പർ ആയിരിക്കണം. അപ്പോൾ മുകളിൽ 12 ഉണ്ട്, 15 ഉണ്ട്. ഈ 12ഉം 15ഉം കൂടെ ഏതിൻ്റെ ടേബിളിൽ വരും? നമുക്ക് 2 കൊണ്ട് പറ്റുമോ എന്ന് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് വിത്ത് 2 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ബട്ട് വി കാൺഡ് ഡിവൈഡ് 15 വിത്ത് 2. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് യു ക്യാൻ ടേക്ക് 3. നെക്സ്റ്റ് നമ്പർ ഈസ് 3. 3 എടുക്കുമ്പോഴത്തേക്കും 3 into which number is 4? 3 into which number is 12? 3 4s are 12. അപ്പോൾ 3 4s are 12 ആകുമ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിവൈഡഡ് ബൈ വിച്ച് നമ്പർ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 into 5 is 15. So 4 by 5 is one of the equivalent fractions of 12 by 15. ഓക്കെ, അപ്പോൾ ഡിവിഷൻ യൂസ് ചെയ്തും മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തും നമുക്ക് എന്ത് ചെയ്യാം? We can find the equivalent fraction. Then some examples are there in page number 143. Try these. Find 5 equivalent fractions of each of the following. തന്നിരിക്കുന്നതിൻ്റെ കുറച്ച് equivalent fractions കണ്ടുപിടിക്കണം. So first 5 equivalent fraction ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. So we can write first question 2 by 3. അപ്പോൾ 2/3യുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 2/3ക്ക് ഇക്വാലൻ്റ് ആയിട്ട് ഇൻറ്റു 1 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി ക്യാൻ ഗെറ്റ് 2/3 സെയിം നമ്പർ തന്നെ കിട്ടും. നെക്സ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് ഇൻറ്റു 2. ഓക്കെ, സോ 2/3 ഇൻറ്റു മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4/6 വി വിൽ ഗെറ്റ്. നെക്സ്റ്റ് 2/3 into 3 into 3, that is 2 3s are 6 and 3 3s are 9. Then 2/3 into 4, denominator also 4, 8/12. Then 2/3 into 5 into 5, that is 10/15. 10/15. And 2/3 into 6, 12/18. So these were the first 5 equivalent fractions of 2/3. ഏതൊക്കെയാണ്? അപ്പോൾ 2/3യുടെ ഫസ്റ്റ് 5 equivalent fractions എന്ന് പറയുന്നത് it will be 4/6, 6/9 which is equal to 8/12, which is equal to 10/15, which is equal to 12/18. So these were the first 5 equivalent fractions of 2/3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മോർ എക്സാമ്പിൾ. We can take 1/5. 1/5 എടുക്കാം. ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we can get 1/5, then into 2.
2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 into 2 2 by 5 into 2 10 2 by 10. Then we can give 3. 1 3s are 3, 5 3s are 15. Okay, then take 4. 1 4s are 4, 5 4s are 20. Then take 5. 1 5s are 5, 5 5s are 25. Then take 6. 1 6 are 6, 5 6 are 30. So ഇങ്ങനെ പോവും 1/5ൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ്. എന്താണ് അപ്പോൾ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു ഹോളിൻ്റെ സെയിം പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ വരുന്നത്. അപ്പം കുറേ ഫ്രാക്ഷൻസ് തന്നിട്ട് അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് എടുത്തെഴുതാൻ സാധിക്കും. അതുപോലെ ഫൈൻഡ് ദ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ ഓഫ് 2/5 വിത്ത് ന്യൂമറേറ്റർ 6. അതായത് 2/5ന് ന്യൂമറേറ്ററിൽ 6 വരുന്ന 2/5ന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ എഴുതണം. അപ്പം ന്യൂമറേറ്ററിൽ 6 വരണമെങ്കിൽ ഈ 2ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അവിടെ 6 കിട്ടി. അപ്പം ന്യൂമറേറ്ററിൽ 6 വരണം. 2ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്? വി നോ ദാറ്റ് 2 into 3 ഈസ് 6. നമ്മൾ റൂൾ നേരത്തെ പഠിച്ചായിരുന്നു. ഹൗ വിൽ യു റൈറ്റ് ആൻ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ? വി ഹാവ് ടു മൾട്ടിപ്ലൈ എ സെയിം നമ്പർ വിത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പം നമ്മൾ ഇവിടെ 2ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 6 കിട്ടിയെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് 3 വിത്ത് 5 ഓൾസോ. 5ൻ്റെ കൂടെയും നമുക്ക് 3 ഇൻറ്റു ചെയ്യണം. സോ നമ്മൾ എന്താണ് 2/5 ഈസ് ഈക്വൽ ടു 2 into 3 by 5 into 3, that is equal to 6/15. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. ഫൈൻഡ് ദ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ ഓഫ് 2/5 വിത്ത് ന്യൂമറേറ്റർ 6. ന്യൂമറേറ്റർ 6 ആയിട്ട് ഉള്ള ഒരു ഫ്രാക്ഷൻ എഴുതണം. അത് 2/5ന് ഇക്വാലൻറ്റും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന നമ്പർ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ന്യൂമറേറ്ററിൻ്റെ കൂടെ എത്ര കൂടി ഇൻറ്റു ചെയ്യുമ്പോഴായിരിക്കും ആ തന്നിരിക്കുന്ന നമുക്ക് കിട്ടേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ആ സെയിം നമ്പർ തന്നെ ഡിനോമിനേറ്ററിലും ഇൻറ്റു ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the equivalent fraction of 15/35 with denominator 7. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തിരുന്നത് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്ത? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്ത് കിട്ടണം? ഡിനോമിനേറ്റർ 7ലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ്? നേരത്തെ പറഞ്ഞായിരുന്നു ന്യൂമറേറ്റർ മിസ്സിങ് ആയിരുന്നപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആ 6 കിട്ടേണ്ടത്. അപ്പം നമ്മളത് ആ നമ്പർ 3 ആണെന്ന് ഫൈൻഡ് ചെയ്തു. ആ 3 എടുത്ത് താഴെയും മേളിലും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇനി നോക്കിക്കേ, ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദേ ആർ സെയിങ് ദാറ്റ് ദേ ഹാവ് ടു ഗെറ്റ് ആൻ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ഓഫ് 15/35 വിത്ത് ഡിനോമിനേറ്റർ 7. ഡിനോമിനേറ്റർ 7 വരുന്ന ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫ്രാക്ഷൻ. വി നോ ദാറ്റ് 35നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. ഏത് നമ്പറാണ്? അതായത് 35നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടണമെങ്കിൽ 7നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 35 കിട്ടി. അപ്പോൾ ഏത് 7 ഇൻറ്റു വിച്ച് നമ്പർ ഈസ് 35? യെസ്, 7 into 5 is 35. So we have to divide 35 with 7. We will get 35 with 5. We will get 7. സോ ആ ഒരു നമ്പർ തന്നെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിവൈഡ് ചെയ്യണം. സോ 7 ഡിനോമിനേറ്റർ കിട്ടുന്ന ആ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 3 ബിക്കോസ് 15 divided by 5 ഈസ് 3. ഓക്കെ, സോ ഇതാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യുന്നത്. സോ ടുഡേ വി സ്റ്റഡീഡ് ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ സ്റ്റഡി
simplest form of a fraction. So today's class is over. Assalamu alaikum.